ആരാണ് ഈ ദേവദാരുവിലെ ഇത്തിൽക്കണ്ണി? അത് എന്താണ് സുകുമാരൻ നായർ ഉദ്ദേശിക്കുന്നത്? സുകുമാരൻ നായർ പറഞ്ഞല്ലോ, ഈ NSSനെ തകർക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, ഗണേഷ് കുമാർ അവരുടെ കൂടെ എന്ന കേസ് കൊടുക്കട്ടെ, ജനാധിപത്യം ഇല്ലാതെ കോടതി പോട്ടെ, എന്നിട്ട് കോടതി തീരുമാനിട്ട് ഇതിനകത്ത് ജനാധിപത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാണ്ട്, കേരള കോൺഗ്രസ് ബി എന്ന് പറഞ്ഞ പാർട്ടി ബാലകൃഷ്ണപിള്ളയുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്താണ്? അതിന് NSSന്റെ ബാക്കിംഗ് ഉണ്ടെന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണപിള്ള മരിച്ചു, ഇപ്പോൾ ഗണേഷ് കുമാറാണ് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾ. ഓക്കെ, ആ പാർട്ടി NSSുമായി, ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളായ ഗണേഷ് കുമാർ NSSുമായി പിണങ്ങുക എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിലെ ജനാധിപത്യമോ അഴിമതിയോ സ്വജനപക്ഷപാതമൊന്നും അല്ല പറയുന്നത്. ഇത് രണ്ട് പ്രധാനപ്പെട്ട നായന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങളിൽ എന്താണ് പ്രായോഗികത നോക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു വിമത NSSകാരനായിക്കൊണ്ട് NSS എന്ന് പറയുന്ന വലിയൊരു സമുദായ സംഘടനയോട് പടവിട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അദ്ദേഹം തന്നെ തകർക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്കതിന് മനസ്സിലാവുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ നിഷാദ് ചൂണ്ടിക്കാണിയ വളരെ ഗൗരവമുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാം, മന്ദസമാധിയിൽ എല്ലാവർക്കും കയറാൻ അനുവാദം ഉണ്ടാവണം. സുകുമാരൻ നായർക്കെതിരെ ഇന്ന് ഏറ്റവും രൂക്ഷമായി മുറുമുറുക്കുന്നത് സംഘപരിവാറാണ്. കാരണം സംഘപരിവാർ എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് NSS പോലൊരു സംഘടനയെ പിടിച്ചെടുക്കുക എന്നുള്ളത്. ഉറപ്പായിട്ടും NSS എത്ര നാൾ സംഘപരിവാറിൻ്റെ ആ സമ്മർദ്ദത്തിന് മുമ്പിൽ പിടിച്ചു വെക്കുന്ന അറിയില്ല. എന്നാൽ സുകുമാരൻ നായരുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല എന്ന് സംഘപരിവാർ നന്നായിട്ട് അറിയാം. അവരെ സഹായിക്കുന്ന പ്രസ്താവനയാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞത്. അതിനും സുകുമാരൻ നായർ മറുപടി കൊടുത്തു, നായയെ മന്ദസമാധി കയറ്റിയിട്ട് അങ്ങനെ ആടും കയറാൻ വരണ്ട, അതായത് ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധിച്ചിട്ടുള്ള പണിയൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഡോഗ് സ്ക്വാഡ് കയറുന്നതിൻ്റെ കുഴപ്പമല്ല, ഈ വലിയ മേലാളന്മാർ വരണ്ട എന്ന് തന്നെയാണ് നല്ല അച്ചടി ഭാഷയിൽ സുകുമാരൻ നായർ പറഞ്ഞത്. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടി ഇനിയും കൊണ്ടുപോയി നടക്കണം എന്ന് ഗണേഷ് കുമാർ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്ന യന്ത്രം, ഇപ്പം പ്രവർത്തിക്കുന്ന യന്ത്രം ഓഫ് ചെയ്യായിരിക്കും.